നിങ്ങവിടെ ഉണ്ടായിരുന്നാ നിങ്ങള് കാണേണ്ടതിന്റെ പൊന്നു ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുള്ളത് അബ്ദുൽ ഹക്കീമിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഹനാൻ ഷാ. It's not a defamation. This video talks about serious allegations. വർഗീസ് പെപ്പയുടെ കാട്ടാളൻ എന്ന് പറയുന്ന മൂവി സിനിമ ഷൂട്ടിംഗ് സമയത്താണ് എന്റെ കാസറ്റിന്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ച് കുറച്ച് പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ പറയുന്നത്. ഈ പേഴ്സണൽ ബുദ്ധിമുട്ട് പറയാൻ വന്ന പെൺകുട്ടിയെ എടുത്ത് അബ്ദുൽ ഹക്കീം പറയുന്നു ഇതൊരു FIR കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു FIR കൊടുക്കാം. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതെ ഒരു ഇമെയിൽ അയപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ആ ഇമെയിലും ആ പെൺകുട്ടിയുടെ പരാതിയും വെച്ചിട്ട് ഹക്കീം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുന്നു ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ചിട്ട്. ഇനിയെങ്കിലും ഇതൊക്കെ സൂക്ഷിക്കണം. ഞാൻ ഒരാളേ ഉള്ളൂ, എല്ലായിടത്തും സമയത്തെത്താൻ എപ്പോഴും എനിക്ക് കഴിഞ്ഞു വരില്ല. സോ ബി കെയർഫുൾ. എന്നിട്ട് ഈ ഇട്ടിരിക്കുന്ന സ്റ്റോറീസും ഇതിന്റെ പേരിൽ കൊടുത്തിട്ടുള്ള കേസുകളും റിമൂവ് ചെയ്യുകയും ഇനി പെപ്പെ എന്ന് പറയുന്ന വ്യക്തിയോട് ഇങ്ങനൊരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആ പെൺകുട്ടീനെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തിട്ട് 25 ലക്ഷം രൂപയാണ് എന്റെ കാസറ്റ് അഥവാ അബ്ദുൽ ഹക്കീം മേടിച്ചിരിക്കുന്നത്. പറ്റിച്ച് ജീവിക്കുന്നവരാ പുല്ല. വോയിസ് അയക്കണം. ഞാൻ അതേപോലെ തന്നെ ഇനിയൊരു ഇഷ്യൂസ് ഉണ്ടാവത്തില്ല. ഞാനും എന്താ വിചാരിക്കുന്നത് പൈസ വാങ്ങിക്കത്തില്ല. ചേട്ടൻ ഒഴിവാക്കിക്കളന്നല്ലേ. ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുള്ളത് അബ്ദുൽ ഹക്കീമിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഹനാൻ ഷാ. ഈ പൈസ പോയിരിക്കുന്നത് ഈ പറയുന്ന ഹനാൻ ഷായുടെ കൂട്ടുകാരനായിട്ടുള്ള സവാദിന്റെ അക്കൗണ്ടിലേക്ക്. തട്ടിപ്പാണല്ലേ. 7 ലക്ഷം വീണ്ടും പോയിരിക്കുന്ന ഒരു 7 ലക്ഷം, അങ്ങനെ 15 ലക്ഷം, പിന്നെ 10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു. ദുബായിലോട്ട് പോയി കുറച്ച് ഫണ്ട്, അത് പോയിരിക്കുന്നത് ഹവാല വഴി. ഇതൊക്കെ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ സത്യങ്ങൾ മാത്രം പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ. സോ സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് തൽക്കാലം ഇത്രയും മതി. വരട്ടെ.